ആത്മബന്ധു, സുപ്രഭാതം. ഈ ദിവസം എന്താണ് നമുക്കായി കാത്തുവച്ചിരിക്കുന്നത് എന്നൊരാകാംക്ഷയുണ്ടോ? ഞാൻ ഈ ജീവിതത്തെ ഇന്ന് എങ്ങനെയാണ് നോക്കിക്കാണാൻ പോകുന്നത് എന്നൊരു കൗതുകം നല്ലത് തന്നെ. എന്നാൽ ആരാണ് ഞാൻ? യജുർവേദത്തിൽ പറയുന്നത് ഞാൻ ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമാണ് എന്നാണ്. അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഒന്നെഴുന്നേറ്റ് നമ്മുടെ ജാലകത്തിനപ്പുറത്ത് നിൽക്കുന്ന ആ പൂത്ത വാഗമരം അത് ഞാനാണെങ്കിൽ എന്നാലോചിച്ചു നോക്കിയിട്ടുണ്ടോ? തണലുകൾ നൽകി കാലാകാലമായി പൂക്കൾ കൊണ്ട് ഓരോ മനസ്സിനെയും കവിയാക്കുന്ന, കലാകാരനാക്കുന്ന ഒരു വാഗമരം. അതല്ലെങ്കിൽ ക്ഷേത്രമുറ്റത്തെ ഒരരയാൽ അത് ഞാനാണെങ്കിലോ? ഈ പ്രപഞ്ചത്തിലെ സർവ്വത്തിലും നീയുണ്ട് എന്നറിയുമ്പോഴാണ് നിന്നിൽ സ്നേഹമന്ത്രങ്ങൾ ഉണരുന്നത് എന്നാണ് യജുർവേദം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എന്നെ സ്നേഹിക്കുമ്പോൾ, ഞാൻ എന്നെ ബഹുമാനിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിലെ ചലവും അചലവുമായ സർവ്വതിനെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയുമാണ്. ദേവമന്ദാരത്തിൽ വിടർന്നു നിൽക്കുന്ന ആ മനോഹരമായ പൂവ് ഞാനാണ് എന്ന് കരുതിയാൽ നമ്മളറിയാതെ നമ്മിലേക്ക് ആ സൗന്ദര്യം വന്നു നിറയും. ഓരോ പൂവിലും, ഓരോ പുൽക്കൊടിയിലും, പാടിപ്പറക്കുന്ന ഓരോ മാടത്തയിലും ഞാനുണ്ട്. അപ്പോൾ ഞാൻ എന്ന് വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം, അല്ലേ? ഞാൻ എന്ന് വിചാരിക്കുമ്പോൾ ഈ ഞാൻ, ഈ ശരീരം, ഈ പേര് അത് മാത്രമല്ലല്ലോ. ആ കാണുന്ന സഹ്യപർവ്വതം, അതിനുമപ്പുറത്ത് ഹിമാലയം, ഈ ഒഴുകുന്ന ഭാരതപ്പുഴ, സാക്ഷാൽ ഗംഗ, മനസ്സരോവരം എല്ലാം ഞാൻ തന്നെയല്ലേ? വൃന്ദാവനത്തിലെ കല്ലിലും പുൽക്കൊടിയിലും ഞാനില്ലേ? കാശിയിലെ ഓരോ ഘാട്ടുകളിലും ഗംഗയിലെ ജലം വന്ന് സ്പർശിക്കുമ്പോൾ അതിലൊരംശമായി ഞാനില്ലേ? ഓരോ എരുക്കൻ പൂവിലും നമഃശിവായ മന്ത്രമായി ഞാൻ പതിഞ്ഞു ചേരുന്നില്ലേ? അതെ, എനിക്ക് ഞാനെന്ന് വിചാരിക്കുന്നത് കൊണ്ട് തെറ്റൊന്നും തോന്നുന്നില്ല, അല്ലേ? കാരണം ഞാനും ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗം തന്നെയാണ്. ഈ പ്രപഞ്ചം എൻ്റെ ഭാഗവും. അതിനാൽ ഹൃദയം നിറഞ്ഞു നിൽക്കുന്ന സ്നേഹഭാവങ്ങളാൽ ഉണർന്ന് ഉണർന്ന് ഞാൻ മെല്ലെ അറിയുന്നത് എന്നെ മാത്രമല്ല, ഈ സമസ്ത ലോകത്തെക്കുറിച്ചും കൂടിയാണ്. അതുകൊണ്ടാകണം പൂർവികർ നമുക്ക് പറഞ്ഞു തന്നത് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിക്കാൻ. കാരണം ലോകം മുഴുവനും സുഖം നിറയുന്നുവെങ്കിൽ, ഓരോ രാജ്യത്തിലും യുദ്ധഭീതികളില്ലാതെ കുഞ്ഞുങ്ങൾ വളരുന്നുവെങ്കിൽ, അമ്മമാരുടെ മനസ്സിൽ സമാധാനമുണ്ടാകുന്നുവെങ്കിൽ, സ്ത്രീകൾ ധൈര്യത്തോടെ ജീവിക്കുന്നുവെങ്കിൽ, പുരുഷന്മാർ ആശങ്കകളില്ലാതെ ഈ ജീവിതത്തെ നല്ല അവസരമായി കാണുന്നുവെങ്കിൽ, യഥാർത്ഥത്തിൽ സൗഖ്യമുണ്ടാവുക എനിക്ക് കൂടിയാണ്. ഓരോ പ്രഭാതങ്ങളെയും ഈ ലോകം മുഴുവനും സന്തോഷത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നതെങ്കിലോ, ഒരു ചിരിയോടുകൂടിയാണ് വരവേൽക്കുന്നത് എങ്കിലോ, ഞാൻ ഉണർന്നെഴുന്നേൽക്കേണ്ടത് ഈ പ്രകൃതിയുടെ കൂടി ആവശ്യമാണ് എന്ന് മനസ്സിലാക്കുന്നുവെങ്കിലോ, അപ്പോൾ എത്ര സന്തോഷമായിരിക്കും ലഭിക്കുക. അതിർത്തികളില്ലാതെ നമുക്ക് സ്നേഹിക്കാം. ഒരു തരത്തിലും നമുക്ക് നമ്മളെ മാറ്റിക്കാണേണ്ടതില്ല. നമ്മളെന്നത് ഒരു അനിതര സാധാരണമായ അവസരമാണ്. നമുക്ക് എന്തൊക്കെ കഴിവുകളുണ്ട് എന്നോ, നമ്മളിൽ ഗുപ്തമായിരിക്കുന്നത് എത്രമാത്രം ശക്തിയാണെന്നോ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അതെല്ലാം ഉണർന്നു വരും. അതെല്ലാം ഉണർന്നു വന്നാലോ നമുക്ക് ഈ ലോകത്തെ സ്നേഹിച്ചുകൊണ്ട് ഞാൻ എന്ന വ്യക്തിയെ ഉണർത്താം, എൻ്റെ ജീവിത സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്താം. അതിനാൽ ഉണർന്നെഴുന്നേൽക്കുക. ലോകം മുഴുവനും സുഖം നിറയട്ടെ എന്ന പ്രാർത്ഥനയോടെ. ആത്മബന്ധു ഇന്നൊരു നല്ല ദിവസമായിരിക്കട്ടെ.